ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. ഷാനവാസും അനീഷും ചേർന്ന് സംസാരിക്കുന്നു. ഷാനവാസ് പറയുന്നു, ഷാനവാസിന്റെ കൈ ഈ മുറിഞ്ഞിട്ട് ബാൻഡേജ് ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും മുറിയൊന്നും മാറിയിട്ടില്ല ഷാനവാസിന്റെ. അപ്പോൾ ഷാനവാസ് അനീഷിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇത് വിരലാണെന്ന് അറിയില്ലേ, പിന്നെന്തിനും നീ ഇത് കയ്യിൽ എങ്ങനെ മുറിച്ചു വെച്ച് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയാണ്, ഞാൻ പർപ്പസ് ആയിട്ട് വേണം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, നിനക്ക് ഇത് കിട്ടേണ്ടതാണ്, നിനക്ക് അതിനൊരു യോഗ്യത പറയണം, നീ ഇതിനെ അർഹിക്കുന്നു, ഇങ്ങനെ നിനക്കൊരു മുറി കിട്ടാൻ നീ അർഹിക്കുന്നു എന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നു. അപ്പൊ അനീഷിന്റെ മനസ്സിൽ എത്രത്തോളം ആ ഒരു ദേഷ്യം വൈരാഗ്യം ഉണ്ടാവും. ഇല്ലാണ്ട് ഇങ്ങനെ ഒരു മുറി ഒരു കടിക്കുമ്പോൾ പോലും നമുക്ക് അത്രയും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അങ്ങനെ കടിക്കുള്ളൂ, കടിച്ചു വെക്കുള്ളൂ. അത്രയും കടിച്ചു വെച്ച് ഇപ്പോഴും മുറി ഉണങ്ങിയിട്ടില്ല, ആ ബാൻഡേജ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കുമ്പോഴാണ് അനീഷ് പറയുന്നത്, നീ നിനക്ക് ഇത് അർഹിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ട് എണീച്ചു പോകുന്നു അനീഷ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത് അനീഷിന്റെ മനസ്സിൽ അപ്പം അത്രത്തോളം ദേഷ്യം ഷാനവാസിനോട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അനീഷ് ഇത്രയും ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ വന്നിട്ട് സർക്കസ് ഉള്ള ഇവർക്ക് ഒരു ഗോൾഡ് കോയിൻ കിട്ടിയാൽ മാത്രമേ പണിപ്പുരിയിലേക്ക് പോകാൻ പറ്റുള്ളൂ, സർക്കസ് ഉള്ളവർക്ക് കേട്ടോ. പിന്നെ ഷൂ ടാസ്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് ഗോൾഡ് കോയിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷൂ കിട്ടിയവർക്ക്, പണി വർക്കുകൾ ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ സർക്കസ് ഉള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട, അങ്ങനെയാണ് അതിൽ പറഞ്ഞത്. അപ്പം ഷാനവാസും ഒനിയിലും മസ്താനിയും മാത്രം ഗോൾഡ് കോയിൻ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല, അവർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് അപ്പം എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യം വന്നു. കാരണം ഈ ഗോൾഡ് കോയിൻ കിട്ടിയാൽ മാത്രമേ പണിപ്പുര വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, സാധനങ്ങൾ എടുത്താലല്ലേ ഇവർക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഗോൾഡ് കോയിൻ കൊടുക്കാണ്ടിരുന്നു പറഞ്ഞാൽ ആർക്കാ നഷ്ടം? എല്ലാവർക്കും തന്നെ ഫുഡിനുള്ള പ്രശ്നമാവുക എന്നും പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് അവിടെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ഈ ഗോൾഡ് കോയിൻ കൊടുക്കാണ്ട് വെറുതെ വേസ്റ്റാക്കി വെക്കുന്നത് തന്നൂടെ എന്നുള്ള രീതിക്ക് എല്ലാവരും അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ടാസ്ക്കാണ് നൂതല ചെരുപ്പിൻ്റെ കമ്പനിയില്ലേ, അതിൻ്റെ ഒരു സെക്കൻഡ് ടാസ്ക് വീണ്ടും ഒരു മെഷീനേ അവിടെയുള്ളൂ. ഇനി ഒരു 2 മെഷീനാണല്ലോ അവർക്ക് കൊടുത്തത്, വേറൊരു മെഷീൻ വന്നിട്ട് വേറെ അവിടേക്ക് കൊണ്ടുപോയി അത്ര. അപ്പോൾ 4 എന്നുള്ള കുറേ ഓർഡറുകൾ ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ടൈമിങ്ങിൽ 50 ചെരുപ്പ് വീണ്ടും ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കണം അത്ര. ഇവരാണെങ്കിൽ 25 ചെരുപ്പേ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ യൂണിയൻ ലീഡറാണല്ലോ, അക്ബറിന് അന്ന് 100 ഗോൾഡ് കോയിൻ കൊടുത്തില്ല. 100 കോയിൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം അക്ബർ, ഞാൻ വർക്ക് ചെയ്തിട്ടും ഞാനിവിടുത്തെ ഒരു ഇതായിട്ട് പോലും നിങ്ങൾ എനിക്ക് തന്നില്ല എന്നുള്ള ദേഷ്യം വന്നിട്ട് അക്ബറിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അക്ബർ അവിടെ ഊക്കം പ്രശ്നം, ഞാൻ യൂണിയൻ ലീഡർ ആയിട്ട് പോലും എനിക്ക് നിങ്ങൾക്ക് തരാൻ തോന്നിയില്ലല്ലോ എന്നുള്ള രീതിക്ക് അക്ബർ ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കണം. അതിന് ഒനിയിലും അഭിലാഷും ലീഡറിൻ്റെ കൂടെ ചേർന്നു. ലക്ഷ്മിയും മസ്താനിയും എന്ത് ചെയ്തറിയോ, എന്താണ് ഇവിടെ നൂറ് പറഞ്ഞു, ശരി ഇവിടെ വർക്ക് ചെയ്യില്ലല്ലോ, ഞാൻ എല്ലാവർക്കും കോയിൻ തരാം, അപ്പം നിങ്ങൾ കോയിൻ എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും, നമുക്ക് ആ സമയത്തിന് ഫിനിഷ് ആക്കണമല്ലോ, വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് പേര് കോയിൻ മേടിച്ചു. അതിൽ ലക്ഷ്മി മസ്താനി കോയിൻ മേടിച്ചിട്ട് അക്ബറുടെ കൂടെ പോയി. ലക്ഷ്മി മസ്താനി ചേർന്നിട്ട് ഞങ്ങൾ ഇനി വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഊക്കം പ്രശ്നമാവണു. അക്ബറും നൂറിയും ചേർന്നിട്ട് അടിപിടിയാവണു. അക്ബർ എടുത്ത് തിങ്സിനെ മുഴുവൻ വലിച്ചെറിയണു. പല തിങ്സുകളും അവിടുത്തെ ടേപ്പും അതും ഇതെല്ലാം എടുത്തിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശണു, എടുത്തു വെക്കണു, മാറ്റി വെക്കണു. ഇവർക്ക് വർക്ക് ചെയ്യാനേ ഇവർ സമ്മതിക്കുന്നില്ല. പിന്നെ ആകെ മൊത്തത്തിൽ സമ്മതിക്കുന്നില്ല. ഇവർക്ക് വല്ലാത്തൊരു ടെൻഷൻ. അവിടെ ജാഥ വിളിക്കുന്നു, ഒരേ ജാഥ. നമ്മൾ ഈ ഗെയിം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നാച്ചുറലായിട്ട് നടക്കണമാതിരി നമുക്കേ ഫീലിംഗ് ആവും. ഇവർ ഈ ഓരോ പ്രവൃത്തികളും വഴക്കും ആക്ടിവിറ്റീസും എല്ലാം കൂടിയിട്ട് ഒരു കാമായിട്ട് ഇവർ വർക്കുകളൊന്നും ചെയ്യുന്നില്ല. അവിടെ ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും കോംപ്ലിക്കേഷൻ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. ചെയ്ത് ലാസ്റ്റിൽ ഇവർക്ക് വല്ലാണ്ട് അടിപിടിയായി. 2 പേര് കയ്യിലും ബ്ലഡ് വരാൻ തുടങ്ങി. അക്ബറിൻ്റെയും നൂറിൻ്റെ കയ്യിലും ബ്ലഡ് അടക്കം വരാൻ തുടങ്ങി. എന്നിട്ട് എന്താ പ്രയോജനം? ലാസ്റ്റിൽ 25 ഇവർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. 25 ചെരുപ്പേ ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. അത് കുറേ പേര് ചെയ്തില്ല, കുറച്ച് പേര് മാത്രമേ അതിന് എങ്ങനെയൊക്കെ ചെയ്ത് ഒപ്പിച്ച് എടുത്തുള്ളൂ. അതായിരുന്നു ഇത് ടാസ്ക്. അതിൽ കുറച്ച് പേർക്ക് ഇവള് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സർക്കസിൻ്റെ ഗെയിം കളിച്ചുവല്ലോ, അതിൽ ആടായിട്ട് അനുമോള് ചെയ്തുവല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ക്യാപ്പിട്ടിട്ട് ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞു, ആടായി ചെയ്തവർ നായയായി ചെയ്യണം, സിംഹമായിട്ട് ആടായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് മാറ്റിയിട്ട് ചെയ്തു. അത് കുഴപ്പമില്ല, നന്നായിരുന്നു, ഒരു ഗെയിം നന്നായിരുന്നു. അതിൽ ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെട്ടവർ ഗോൾഡ് കോയിൻ കൊടുക്കുക, അവർക്ക് താല്പര്യമുള്ളവർ ഗോൾഡ് കോയിൻ കൊടുക്കുക.
അതിൽ മാക്സിമം എല്ലാവരും ഗോൾഡ് കോയിൻ കൊടുത്തു അവർക്ക്. പക്ഷെ അതിൽ കൊടുക്കാത്തത് ഇവരൊക്കെയാണല്ലോ. മസ്താനിയും ഒനിയിലും ഷാനവാസുമാണല്ലോ ഇവർക്ക് കൊടുക്കാണ്ടായത്. അതിനാണല്ലോ അങ്ങനെ വാക്കുകളും പറഞ്ഞത്. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.